പ്രിയരെ, അതീവ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ 10 വർഷങ്ങൾ നഷ്ടപ്പെട്ട കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശോഭനമായ ഒരു ഭാവി ഉറപ്പുവരുത്തണമെങ്കിൽ UDF വരണം എന്ന ചിന്ത ജനങ്ങളിൽ ഏറ്റവും കൂടുതലായി ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷങ്ങൾ എന്തായിരുന്നു എന്ന് നമുക്ക് അവലോകനം ചെയ്യണം. നോക്കൂ, കേരളത്തിൻ്റെ എല്ലാ ഇടവഴികളിലൂടെയും അതിനപ്പുറത്ത് ഹൈവേകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഫ്ലെക്സ് ബോർഡുകൾ, പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പെയ്ഡ് ഇൻ്റർവ്യൂകൾ, പോഡ്കാസ്റ്റുകൾ, നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ വരുന്ന വലിയ പരസ്യങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ ഓർമ്മയാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ആയുധമാവേണ്ടത്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന പരസ്യങ്ങൾക്കപ്പുറത്ത് 10 വർഷം നമ്മൾ അനുഭവിച്ച യാഥാർത്ഥ്യം എന്തായിരുന്നു എന്ന ഓർമ്മയിൽ നിന്ന് തന്നെയാവണം ഈ പ്രാവശ്യം നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തേണ്ടത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് പഠനത്തിനും തൊഴിലിനുമായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇവർ പോകുന്നു? ഇവിടെയുള്ള സാഹചര്യം നല്ലതല്ലാത്തത് കൊണ്ടോ വിദ്യാഭ്യാസ മേഖലയുടെ പ്രശ്നം കൊണ്ടോ ആണ് എന്നാണ് നമ്മൾ ആദ്യമായും മനസ്സിലാക്കേണ്ടത്. വളരെ മെറിറ്റിൽ വലിയ ക്വാളിറ്റിയോട് കൂടി അല്ല എല്ലാവരും കയറി പോകുന്നത്. കടമെടുത്ത്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പഠിക്കാനും തൊഴിലെടുക്കാനും പോകുമ്പോൾ ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണത്. ഉദ്യോഗത്തിൻ്റെ കാര്യത്തിലോ PSC റാങ്ക് ലിസ്റ്റുകൾ നിയമനം നടത്താതെ കാലാവധി തീരും വരെ കാത്തിരിക്കുക, 1ാം റാങ്കും 2ാം റാങ്കും കിട്ടിയിട്ടും നിയമനം ലഭിക്കാതെ ഇരിക്കുക. നമ്മുടെ ഉദ്യോഗാർത്ഥികളാണ് PSC റാങ്ക് ലിസ്റ്റിൽ 1ഉം 2ഉം 3ഉം വന്ന ഉദ്യോഗാർത്ഥികളാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുട്ടിലെഴുതിയും വലിയ സമരങ്ങൾ നടത്തിയും ഒക്കെ പ്രതിഷേധിച്ചത്. ആത്മഹത്യ ചെയ്ത വിനുവിനെ ഓർമ്മയില്ലേ? ഉദ്യോഗത്തിന് ഇവിടെ സ്കോപ്പില്ല എന്നതുകൊണ്ട് തന്നെയാണ്. സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറിയ ഒരു ഗവൺമെൻറ് കൂടിയായിരുന്നു കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ. എന്നാൽ കഴിഞ്ഞ 10 വർഷങ്ങളിലെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു പരിശോധിക്കണം. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ വളരെയധികം വർദ്ധിച്ചു വന്നു. പോലീസ് സ്റ്റേഷനിൽ പോലും സുരക്ഷിതമായി കയറി ചെല്ലാൻ പറ്റാത്തൊരു നാടായിക്കൊണ്ട് കേരളം മാറി. പരാതി പറയാൻ ചെന്ന സ്ത്രീയോട് പോലും അപമര്യാദയായി പെരുമാറുന്ന പോലീസ് ഓഫീസർമാരും പോലീസ് സ്റ്റേഷനുകളുമായിരുന്നു കഴിഞ്ഞ 10 വർഷങ്ങളിലെ നമ്മുടെ ഒന്നാമത്തെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പാലത്തായിലെയും വാളയാറിലെയും ഒക്കെ പീഡിപ്പിക്കപ്പെട്ട, മരണപ്പെട്ട ഒക്കെ കുഞ്ഞുങ്ങൾക്ക് നീതി ലഭിച്ചോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പത്മരാജൻ ഇപ്പോഴും വിലസുകയാണ്. പ്രതികൾ ഇപ്പോഴും നമ്മുടെ കൺമുന്നിൽ വിലസിക്കൊണ്ടേയിരിക്കുകയാണ്. ഇരകളായവർക്ക് നീതി ലഭ്യമാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. കൊട്ടിഘോഷിച്ച് പുറത്തു വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സാഹചര്യം എന്താണ്? ഇപ്പോഴും സിനിമാ മേഖലയിൽ സ്ത്രീകൾ ചൂഷണം നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ്. സ്ത്രീ സുരക്ഷ എവിടെയാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത്? കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ക്ഷേമ പദ്ധതികളെല്ലാം നമുക്കിനിയും അതിൻ്റെ തുടർച്ചകൾ ലഭ്യമാക്കേണ്ടതുണ്ട്. ഒരു IT ഹബ്ബായി കേരളം മാറുമായിരുന്ന വർഷങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും PK കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയുമായിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൊണ്ടുവന്ന IT മേഖലയിലെ വിപ്ലവങ്ങൾ, വികസനങ്ങൾ നമുക്കിനിയും തുടരേണ്ടതുണ്ട്. നമുക്കിവിടെ ഇരുന്നു കൊണ്ട് യൂറോയിലും ഡോളറിലും ദിനാറിലും ദിർഹത്തിലും ഒക്കെ സമ്പാദിക്കുന്ന ഒരു യുവത്വത്തെയാണ് നമുക്ക് കെട്ടിപ്പടുക്കേണ്ടത്. നമുക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് പോയാൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ എന്ന സാഹചര്യങ്ങൾ ഇല്ലാതെയാക്കണം. സ്ത്രീ സുരക്ഷ യാഥാർത്ഥ്യമാക്കണം. UDF മുന്നോട്ട് വെക്കുന്ന മാനിഫെസ്റ്റോയും ഏറ്റവും അധികം പറയുന്നത് സ്ത്രീകളെക്കുറിച്ചും വിദ്യാർത്ഥികളെക്കുറിച്ചും തന്നെയാണ്. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്നത്, വിദ്യാർത്ഥിനികൾക്ക് മാസം തോറും 1000 രൂപയുടെ പാരിതോഷികം എന്നതൊക്കെയും വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഏറ്റവും മെച്ചപ്പെട്ട ഭാവി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി തന്നെയാണ്. കുടുംബങ്ങൾക്ക് 25 ലക്ഷം രൂപ വരെ വരുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉറപ്പാക്കുന്നതിലൂടെ ഇനിയുള്ള കാലത്ത് സർവൈവ് ചെയ്യാൻ, അതിജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള എല്ലാ മനുഷ്യരെയും ചേർത്തു നിർത്താൻ തന്നെയാണ് UDF ഗവൺമെൻറ്റിൻ്റെ തീരുമാനം. കൂടാതെ സ്വയം സംരംഭകത്വം വർദ്ധിപ്പിക്കുന്നതിനായി ചെറുപ്പക്കാർക്ക് തൊഴിലിനു വേണ്ടി 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ കൊടുക്കുന്നുവെന്നും UDFിൻ്റെ മാനിഫെസ്റ്റോ പറയുന്നു. അതെ, നമുക്ക് ഒരുമിച്ച് കെട്ടിപ്പടുക്കേണ്ടത് വെൽഫെയർ സ്റ്റേറ്റിനെയാണ്. സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, യുവാക്കൾക്ക്, വൃദ്ധരായവർക്കൊക്കെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനുള്ള ഒരു സാഹചര്യത്തെയാണ് നമുക്ക് കെട്ടിപ്പടുക്കേണ്ടത്. നമുക്ക് അക്രമത്തിൻ്റെ ഒരു കാലം ഇനിയും വേണ്ട. നമുക്ക് മരവിച്ചുപോയ വികസനത്തെ ചൊല്ലി ആദിയാവാനും ഇനി വയ്യ. ക്ഷേമത്തിൻ്റെ ഒരു കാലത്തിലേക്ക്, നന്മയുടെയും ശോഭനമായ ഒരു ഭാവിയുടെയും കാലത്തിലേക്ക് UDFന് വോട്ട് ചെയ്യുക. ഓരോ വോട്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ജനാധിപത്യത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധമാണ്. ആ ആയുധം ഉപയോഗിച്ച് LDF ഗവൺമെൻറ്റിന് നൽകുന്ന ഏറ്റവും വലിയ പ്രഹരമാവട്ടെ, UDFന് നൽകുന്ന ഏറ്റവും വലിയ സ്വീകരണമാവട്ടെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും വോട്ട് ഉറപ്പാക്കുക എന്ന് മാത്രം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. കേരളം ജയിക്കും, UDF നയിക്കും.